ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ റെസിപ്പിയുമായിട്ടാണ്. ഈ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഇതിനോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അതിനു വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് പുഴമീനാണ്. അതായത് ഈ 3 പുഴമീൻ എന്ന് പറയുന്നത് 1/2 കിലോ മീനാണ്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വരയിടുക. എന്നിട്ട് അതിലേക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ കാശ്മീരി ചില്ലി പൗഡർ എടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക്, ജീരകം കൂടെ, വലിയ ജീരകം കൂടെ പൊടിച്ചത് ഏകദേശം 1 ടേബിൾ സ്പൂൺ എടുക്കുക. അത് ഇതിലേക്ക്, ആ മിക്സും കൂടെ ഇതിലേക്ക് ഇടുക. പിന്നീട് ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പിലയും കൂടെ 1 ടേബിൾ സ്പൂണോളം ചതച്ചത് കൂടെ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. അത് വെളിച്ചെണ്ണ കട്ടയായിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് ലൂസായിട്ടുള്ള വെളിച്ചെണ്ണ ആണെങ്കിൽ ഒരു ടീസ്പൂണോളം ആഡ് ചെയ്തോളൂ. എന്നിട്ട് പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഒരു കഷ്ണം ചെറുനാരങ്ങ എടുത്തിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ ആ ജ്യൂസില്ലേ, ചെറുനാരങ്ങ ജ്യൂസ്, ആ ജ്യൂസും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത്, ഒരുപാട് വെള്ളം വേണ്ട, ഒരു 2 ടീസ്പൂണോളം വെള്ളം മതിയാവും, 2-3 ടീസ്പൂൺ വെള്ളം മതി. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട്, ഈ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് കൈകൊണ്ട് ഈ മസാലക്കൂട്ട് മിക്സ് ചെയ്ത് ഒന്നിച്ച് യോജിപ്പിച്ചെടുക്കുക. അപ്പോഴേ നമുക്കിത് ഈ നന്നാക്കി വെച്ച ഫിഷിലേക്ക് തേക്കുമ്പോൾ നന്നായിട്ട് പിടിക്കുന്ന രൂപത്തിലായിരിക്കണം, ഓവർ ലൂസായിരിക്കരുത്. അപ്പം ഞാൻ ഈ മസാല ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉപ്പ് കുറവാന്ന് മനസ്സിലായി. എന്നിട്ട് ഈ ഫിഷ് എടുത്തിട്ട് നമ്മൾ ഈ വര ഇട്ടിട്ടില്ല, ആ വരയുടെ എല്ലാത്തിൻ്റെയും ഉള്ളിലേക്ക് മസാല കയറുന്ന രൂപത്തിൽ ഈ മസാല മിക്സ് നന്നായിട്ട് ഇതിലേക്ക് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക്, ഇപ്പം ഞാനൊരു 3 മീനല്ലേ, 1/2 കിലോ മീനാണ്, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ഈ ഫിഷ് എടുത്ത് അതിലേക്ക് ഇടുക. ആ 3 മീനും ഇട്ടതിന് ശേഷം ഓവർ ഫ്ലെയിം പാടില്ല, ഒരു മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ സമയം നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ല, നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ? ആ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് വിതറി കൊടുക്കുക. കാരണം ആദ്യത്തിൽ നമ്മൾ കറിവേപ്പില ഇടാൻ പാടില്ല, അപ്പോഴത്തേന് ഫിഷ് ഫ്രൈ ആയി വരുമ്പോഴത്തേന് കറിവേപ്പില കരിഞ്ഞു പോകും. ഈ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും കറിവേപ്പിലേൻ്റെ. ഇപ്പം ഏകദേശം ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമ്മളെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതാ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ല, നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.